ഞാൻ ചോദിച്ചത് സ്ട്രെയിറ്റ് ആയിട്ടാ. ആരെ കാണാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് പോയതെന്നാണ് എൻ്റെ ചോദ്യം. എന്തിനാ നിധി എന്നോട് ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഒരുങ്ങി റെഡിയായി വന്ന് അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള നിന്റെ പെരുമാറ്റം കണ്ട് എനിക്ക് സംശയം തോന്നിയതാ. ആകെ ഈ വീട്ടിലുള്ളത് ഞാനും നീയും മാത്രമാണ്. എന്നോട് വരുന്നൊന്നൊരു വാക്ക് പോലും ചോദിക്കാതെ നീ മാത്രം പോകുമ്പോൾ അതിലൊരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയൊന്നും വേണ്ട നിധി. എന്തിനായിരിക്കും നീ പോകുന്നതെന്ന് ഞാൻ ഇവിടെ വെച്ച് തന്നെ ഊഹിച്ചതാ. നീ അമ്മയെ കാണാനല്ല അമ്പലത്തിലേക്ക് പോയത്. ചോദിച്ചു കേട്ടില്ലേ നീ എന്തിനാ അമ്മയെ കാണാൻ പോയെന്ന്? ഞാൻ കാണാൻ പോയത് അമ്മയല്ലേ, ഗൗതമന്റെ ശത്രുക്കളെ ഒന്നും അല്ലല്ലോ. അതിലിപ്പോ എന്താ തെറ്റ്? അമ്മയെ കാണാൻ കൊതിമുതിട്ടൊന്നല്ല നീ പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശിവാനി പ്രഗ്നന്റ് ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യട്ടെ, അതിന് നിനക്കെന്താ കുഴപ്പം? അവള് പ്രസവിക്കുകയോ പ്രസവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതിൽ വേവലാതിപ്പെടേണ്ട ആവശ്യം എന്താ നിനക്ക്? അമ്മയെ കണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യം നിനക്കില്ല. ആ വീടുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതാ. പിന്നെ ഇനി നീ അവിടെയുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും വേണ്ട. അല്ല, ഇതൊക്കെ ഗൗതം എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞു? അമ്മയെ കാണാൻ വേണ്ടി തന്നെയാണോ നീ പോകുന്നതെന്ന് എനിക്കൊന്ന് ഉറപ്പിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ പുറകിൽ അമ്പലത്തിലേക്ക് വന്നു. കള്ളം കണ്ടുപിടിക്കാനായി ഇങ്ങനെ പിന്നാലെ വരുന്നത് നല്ല സ്വഭാവമല്ല ഗൗതം. ഓ, അപ്പൊ കള്ളം കാണിക്കുന്നതിൽ കുഴപ്പമില്ല, അത് കണ്ടുപിടിക്കുന്ന മാർഗമാണ് തെറ്റ് അല്ലേ? നിന്റെ ന്യായീകരണം വളരെ നന്നായിട്ടുണ്ട്. ഞാൻ എന്തിനു വേണ്ടി അമ്മയെ കണ്ടതെന്ന് ഗൗതം ഒന്ന് മനസ്സിലാക്ക്. ശിവാനി ഈശ്വരമംഗലത്തുള്ള എല്ലാവരെയും പറ്റിക്കുവോ? അവളെ പറ്റിക്കട്ടെന്നേ, നിനക്കെന്താ ജാതം? ശിവാനി ഒന്നാം തരം നാട്ടുകാരി ആയിരിക്കാം, പണത്തിന് ആർത്തിയുള്ളവളായിരിക്കാം, അതിനുവേണ്ടി ആരെയും ചതിക്കുന്നവളും ആയിരിക്കാം. അതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈശ്വരമംഗലമായിട്ട് നിനക്കെന്താണ് ബന്ധം? അവിടെ ആകാശം ഇടിഞ്ഞു വീഴട്ടെ, അതിൽ നീ എന്തിനാ വേവലാതിപ്പെടുന്നേ? ഗൗതം, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. എനിക്ക് കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. നീ അമ്മയെ കണ്ടതുപോലും എനിക്കൊരു തരി പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് നീ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും. ഈശ്വരമംഗലത്തിന്റെ സ്വത്തും പണവും ബിസിനസ്സും എല്ലാ ബന്ധവും ആ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. എല്ലാം ഉപേക്ഷിച്ച് വന്ന എന്റെ കൂടെ പൂർണ്ണ മനസ്സോടെ വന്നവളാണ് നീ. അപ്പോ ഇനി അവിടവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. ഇതെന്റെ അവസാന വാക്കാ, ഓർത്തോ?